പാട്ട് തുടർന്ന് മഹേശ്വരാ നിൻ സുദിനം കാണാൻ കഴിഞ്ഞ കണ്ണിനു സൗഭാഗ്യം. മനോജ്ഞമാം നിൻ ഗീതികൾ പാടാൻ കഴിഞ്ഞ നാവിനു സൗഭാഗ്യം. നൂറു നൂറു കണ്ണുകൾ പണ്ടേ അടഞ്ഞു നിന്നെ കാണാതെ. നൂറു നൂറു കണ്ണുകൾ പണ്ടേ അടഞ്ഞു നിന്നെ കാണാതെ. നൂറു നൂറു മലരുകൾ പണ്ടേ കൊഴിഞ്ഞു പോയി കണ്ണീരിൽ. നൂറു നൂറു മലരുകൾ പണ്ടേ കൊഴിഞ്ഞു പോയി കണ്ണീരിൽ. മഹേശ്വരാ നിൻ സുദിനം കാണാൻ കഴിഞ്ഞ കണ്ണിനു സൗഭാഗ്യം. പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ ആമേൻ. മിശിഹായിൽ സ്നേഹമുള്ള സഹോദരി സഹോദരങ്ങളെ, ലോകമിന്ന് ഓശാന തിരുനാൾ കൊണ്ടാടുകയാണ്. കേരളത്തിൽ ഏറ്റവും അധികം ആളുകൾ പള്ളികളിൽ വരുന്ന ദിനങ്ങളിലൊന്നാണ് ഓശാന തിരുനാൾ. അതുപോലെ തന്നെ ദുഃഖവെള്ളിയുടെ ദിവസം. വൈകാരികമായി അടുപ്പമുള്ള രണ്ട് ദിനങ്ങളാണ് ഈ ദിനങ്ങൾ. ഒരിക്കലും പള്ളിയിൽ വരാത്തവർ പോലും ആ ദിവസങ്ങളിൽ ദേവാലയത്തിലെത്തും. അതിന് കാരണം ഇത് വൈകാരിക ദിനങ്ങളാണ്. യേശുനാഥൻ ജെറുസലേത്തേക്ക് നടത്തിയ വലിയ ഘോഷയാത്രയാണ് ഇത് ഓർമ്മിപ്പിക്കുക. എല്ലാവർക്കും ഓശാന തിരുനാളിന്റെ മംഗളങ്ങൾ ഏറ്റവും സ്നേഹപൂർവ്വം നേരുകയാണ്. ഇന്ന് നമ്മൾ വായിച്ചു കേട്ട വചനഭാഗത്ത് ഇപ്രകാരം എഴുതിയിരിക്കുന്നു: ജെറുസലേം നഗരം മുഴുവൻ ഇളകി വശായി. എന്തുകൊണ്ടാണ് ജെറുസലേം നഗരം ഓശാന തിരുനാളിന് ഇളകി വശായി മാറിയത്? ചരിത്രകാരനായി ജോസഫസ് പറയുന്നു, പെസഹ തിരുനാളിന് 10 ലക്ഷോളം ആളുകളാണ് ഓരോ വർഷവും ജെറുസലേം ദേവാലയത്തിലേക്ക് വരിക. അവിടെ വെട്ടുന്ന ആടുകളുടെ എണ്ണം നോക്കിയിട്ടാണ് ഈ ജനങ്ങളുടെ കണക്കെടുപ്പ് നടന്നിട്ടുള്ളത്. ഇപ്പോൾ ലോകത്തിൻ്റെ ഏത് ഭാഗത്തുള്ള യഹൂദനായാലും അവൻ പെസഹ തിരുനാളിന് ജെറുസലത്ത് എത്തണമായിരുന്നു. യേശുനാഥൻ ഈ ഓശാന ഘോഷയാത്ര നടത്തുന്നത് 10-500 ആളുകളുടെ ഇടയ്ക്കല്ല, 10 ലക്ഷത്തിൽ ഉപരിയുള്ള ആളുകളുടെ അടുത്തേക്കാണ്. ജെറുസലേം ദേവാലയത്തില് ആ വലിയ ജനസഞ്ചയത്തിന്റെ ഇടയിലാണ് ഒരു കഴുതക്കുട്ടിയുടെ പുറത്ത് യേശുനാഥൻ കടന്നു വരിക. ഇത്രമാത്രം ആളുകൾ കൂടാൻ മറ്റൊരു കാരണമുണ്ട്. യേശുനാഥൻ ഓശാനയ്ക്ക് വരുന്നതിന് 3 ദിവസം മുമ്പാണ് യേശുനാഥൻ മരിച്ചിട്ട് 4 ദിവസം കഴിഞ്ഞ ലാസറിനെ ഉയർപ്പിക്കുക. യേശുനാഥൻ സൗഖ്യം കൊടുത്ത കുഷ്ഠരോഗികൾ, മാറാരോഗികൾ,
മുടന്തർ, തളർവാദ രോഗികൾ, യേശുനാഥൻ സൗഖ്യം കൊടുത്ത ഓരോരുത്തരും ഈ പ്രദക്ഷിണത്തിൽ പങ്കുചേർന്നിട്ടുണ്ട്. യേശുനാഥൻ മരണത്തെപ്പോലും പരാജയപ്പെടുത്തും എന്ന് സൂചിപ്പിച്ചുകൊണ്ട് അവിടുന്ന് ഉയർപ്പിച്ച ലാസ് ഒരു വൈജന്തിയെ പോലെ നടന്നു നീങ്ങുകയാണ്. ഇപ്പോൾ ജെറുസലത്ത് ഈ വാർത്ത പരക്കുകയാണ്. മരിച്ചവന് പോലും ജീവൻ കൊടുക്കുന്നവൻ, 5 അപ്പം 5000 പേർക്ക് ഭക്ഷണമായി കൊടുക്കുന്നവൻ, തളർവാദ രോഗികളെ, മാറാരോഗികളെ ഞൊടിയിടയിൽ നടത്തുന്നവൻ, അവനെയൊന്ന് കാണണം. അതുകൊണ്ട് ഈ വാർത്ത പരക്കുമ്പോൾ തന്നെ ബത്ഫഗയിലേക്ക് ആളുകൾ തിരിക്കുകയാണ്. യേശുവിനെ സ്വീകരിക്കാൻ അവർ കടന്നു വരികയാണ്. യേശുവിൻ്റെ രാജകീയ ഘോഷയാത്രയാണ് ഓശാന തിരുനാളിൽ നാം കണ്ടെത്തുക. ജെറുസലേം ഒത്തിരി സ്വീകരണങ്ങൾക്ക് സാക്ഷിയായിട്ടുള്ള നഗരമാണ്. ഒത്തിരി രാജാക്കന്മാർക്ക്, പ്രഭുക്കന്മാർക്ക്, രാഷ്ട്രീയ മത മേലധ്യക്ഷന്മാർക്ക്, വ്യാപാരികൾക്ക് ഒക്കെ സ്വീകരണം കൊടുത്തിട്ടുള്ള ഒരു വലിയ നഗരമാണ് ജെറുസലേം ദേവാലയം. എന്നാൽ യേശുനാഥന്റെ ഈ യാത്രയ്ക്ക് ഒരു പ്രത്യേകതയുണ്ട്. യേശുനാഥൻ കഴുതക്കുട്ടിയുടെ പുറത്ത് വിനയാന്വിതനായിട്ടാണ് കടന്നു വരിക. അപ്പോൾ വിനയമുള്ള രാജാവ്, എളിമയുടെ രാജാവ് അവിടെ കടന്നു വരുമ്പോൾ ജനമെല്ലാം മറക്കുകയാണ്. തങ്ങൾക്ക് വിശന്നപ്പോൾ ഭക്ഷണം നൽകിയവൻ, തങ്ങളുടെ ഇടയിലുള്ള രോഗികൾക്ക് സൗഖ്യം കൊടുത്തവൻ, 5 അപ്പം 5000 പേർക്ക് ഭക്ഷണമായി കൊടുത്തവൻ, മരിച്ചവന് പോലും ജീവൻ കൊടുത്തവൻ, എല്ലാം മറന്ന് വിനയത്തോടെ കടന്നു വരുന്ന രാജാവിന് അവർ വിനയത്തോടെ തന്നെ സ്വീകരണം കൊടുക്കുകയാണ്. ഒന്നാമതായി ഓശാന തിരുനാൾ നമ്മെ ഓർമ്മിപ്പിക്കുന്നത് വിനയത്തോടെ ജനഹൃദയങ്ങളിലേക്ക് അടുക്കണം എന്നുള്ളതാണ്. നമ്മെ പലപ്പോഴും ഭരിക്കുന്നത് അഹങ്കാരവും ജാടയും എന്തോ ആണെന്ന് ചിന്തയുമാണ്. എല്ലാമായിരുന്നിട്ടും ഒന്നുമല്ലാത്തവനെ പോലെ ഏറ്റവും എളിമയോടെ കടന്നു വരുന്ന ഈ സമാധാന രാജാവിനെ നമുക്ക് അനുകരിക്കാൻ ഇന്നത്തെ ദിവസം സാധിക്കട്ടെ. രണ്ടാമതായി ഓശാന തിരുനാളിൽ നമുക്ക് അനുകരിക്കാനായിട്ടുള്ളത്, ഓശാന തിരുനാളിന് ഒരു കൃത്രിമത്വം ഇല്ലായിരുന്നു. ഓശാന തിരുനാളിൽ അവിടെ കടന്നു വരുന്നവരാരും ആരും തങ്ങളെ തന്നെ പ്രൊജക്റ്റ് ചെയ്യാനായിട്ട് ശ്രമിച്ചിരുന്ന ആളുകളല്ല. പെട്ടെന്നുള്ള അറേഞ്ച്മെന്റ്സാണ്. ഇപ്പോൾ തങ്ങളെ തന്നെ പ്രൊജക്റ്റ് ചെയ്യാനായിട്ടാണ് പല മീറ്റിങ്ങിലും പലരും ശ്രമിക്കുക. ഉള്ളിൽ ദേഷ്യമുണ്ടെങ്കിലും അവർ ചിരിച്ചു കാണിക്കും. ഉള്ളിൽ സ്നേഹമില്ലെങ്കിലും ഒരു സ്നേഹത്തോടെ പെരുമാറുന്നതായി ഭാവിക്കും. എന്നാൽ ഇത് സ്പോണ്ടേനിയസ് ആയിട്ടുള്ള പൊയ്മുഖങ്ങളില്ലാത്ത ഒരു കൂട്ടം ആളുകളുടെ ഒരു വലിയ ജൈവിളിയാണ്, പ്രകടനമാണ് നമ്മൾ കാണുക. അതുകൊണ്ടാണ് എല്ലാം മറന്ന് അവരവരുടെ മേലങ്കികൾ അഴിച്ചു മാറ്റി ഓശാന വീതികളിൽ ഈ രാജാതിരാജനെ സ്വീകരിക്കാൻ അവർ ഇട്ടുകൊടുക്കുക. ഇപ്പോൾ രണ്ടാമത് നമുക്ക് ഓശാന നൽകുന്ന സന്ദേശം പൊയ്മുഖങ്ങൾ പാടില്ല, ഡബിൾ ഡീലിംഗ് പാടില്ല എന്നുള്ളതാണ്. സ്പോണ്ടേനിയസ് ആയിട്ടുള്ള അവരുടെ ആ പ്രതികരണമാണ് ഓശാന തിരുനാളിൽ നാം കണ്ടെത്തുക. മൂന്നാമതായി യേശുനാഥന് സ്വീകരണം കൊടുക്കുന്ന അതേ ആളുകൾ തന്നെ ജെറുസലേം ദേവാലയത്തിലെ കച്ചവടക്കാരും ഉണ്ടായിരിക്കാം. യേശുനാഥൻ മുമ്പും പിമ്പും നോക്കുന്നില്ല. അവിടെ വരുമ്പോൾ തന്നെ ചേർത്ത് നിർത്തിയവർ, തന്നെ അവഗണിച്ചവർ ആരുമാകട്ടെ എല്ലാവരോടും ഒരുപോലെ പെരുമാറുകയാണ്. ദേവാലയത്തിലേക്ക് കടന്നു വന്നിട്ട് ദേവാലയത്തില് ദൈവിക കാര്യങ്ങൾക്കപ്പുറത്തുള്ളതെല്ലാം യേശുനാഥൻ അട്ടിയോടിക്കുക. എൻ്റെ ആലയം ദൈവത്തിൻ്റെ ആലയമാണ്. വിശുദ്ധ പൗലോസ് ശ്ലീഹ പറയുന്നു, ഹൃദയം ദേവാലയമാണ്. ഇന്നേ ദിവസം ഈ തിരുനാൾ നാം ആഘോഷിക്കുമ്പോൾ നമ്മുടെ ഹൃദയം ശുദ്ധമാക്കാനായിട്ടുള്ള
വലിയ ചുമതല കർത്താവ് നമ്മെ ഏൽപ്പിക്കുകയാണ്. ദൈവത്തിന് യോജിക്കാത്തത്, ദൈവം ആഗ്രഹിക്കാത്ത കാര്യങ്ങൾ നമ്മുടെ ഹൃദയത്തിലുണ്ടെങ്കിൽ, പാപാവസ്ഥയുണ്ടെങ്കിൽ, അസൂയയുണ്ടെങ്കിൽ, അഹങ്കാരമുണ്ടെങ്കിൽ, സ്വാർത്ഥ താല്പര്യമുണ്ടെങ്കിൽ, ഞാൻ എന്ന ഭാവമുണ്ടെങ്കിൽ, താൻ പൊരുമയുണ്ടെങ്കിൽ, ഇതെല്ലാം എടുത്തു മാറ്റുവാൻ ഇന്ന് ഈ ഓശാന തിരുനാളിൽ കർത്താവ് നമ്മെ ഓർമ്മിപ്പിക്കുകയാണ്. യേശുനാഥൻ ഒരു ഐഹിക രാജാവല്ല എന്ന് ഓശാന തിരുനാളിൽ എടുത്തു പറയുകയാണ്. പീലാത്തോസ് ചോദിക്കുന്നുണ്ട്, അപ്പോൾ നീ രാജാവാണല്ലേ? യേശു പറഞ്ഞു, എൻ്റെ രാജ്യം ഐഹികമല്ല, എൻ്റെ രാജ്യം ഭൗതികമായിട്ടുള്ള രാജ്യമല്ല, എൻ്റെ രാജ്യം ദൈവരാജ്യമാണ്. എവിടെ സത്യമുണ്ടോ, എവിടെ സ്നേഹമുണ്ടോ, എവിടെ സാഹോദര്യമുണ്ടോ, എവിടെ എളിമയുണ്ടോ, അവരുടെ ഹൃദയങ്ങളെ ഭരിക്കുന്ന സ്നേഹസാമ്രാട്ടാണ് യേശുനാഥൻ. അവിടുന്ന് ഹൃദയങ്ങളുടെ രാജകുമാരന്. ഈ ഓശാന തിരുനാളിൽ യേശു നമ്മോട് ഓരോരുത്തരോടും ചോദിക്കുന്ന ഒരു ചോദ്യമുണ്ട്: നിന്റെ ഹൃദയത്തിൽ എനിക്ക് സ്ഥാനമുണ്ടോ? നീ തിരുക്കർമ്മങ്ങളിൽ പങ്കുചേരുമ്പോൾ നമ്മളെല്ലാവരും ആത്മശോധന ചെയ്യേണ്ട ഏക കാര്യം അതാണ്. നിന്റെ ഹൃദയത്തിൽ എനിക്ക് സ്ഥാനമുണ്ടോ? പത്രോസിനോട് യേശു ചോദിച്ചതുപോലെ, നീ എന്നെ സ്നേഹിക്കുന്നു? അപ്പോൾ നമ്മുടെ ഹൃദയത്തിലേക്ക് കടന്നു വരാൻ ആഗ്രഹിക്കുന്ന കർത്താവ് രണ്ട് ചോദ്യങ്ങൾ നമ്മോട് ചോദിക്കുന്നു. നീ എന്നെ സ്നേഹിക്കുന്നുണ്ടോ? നിന്റെ ഹൃദയത്തിൽ എനിക്ക് സ്ഥാനമുണ്ടോ? അപ്പോൾ ഹൃദയങ്ങളുടെ ഈ രാജാവിനെ നമ്മുടെ ഹൃദയത്തിലേക്ക് നമുക്ക് സ്വീകരിക്കാൻ സാധിക്കട്ടെ. നെപ്പോളിയൻ ബോണപ്പാർട്ടിനെ പറ്റി നമ്മൾ പഠിച്ചിട്ടുണ്ട്. ചരിത്രം പഠിക്കുന്ന എല്ലാ കുട്ടികളും നെപ്പോളിയൻ ബോണപ്പാർട്ടിനെ പരിചയപ്പെട്ടത് ലോകത്തെ കിടുകിട വിറപ്പിച്ച, ഒത്തിരി സാമ്രാജ്യങ്ങൾ യുദ്ധത്തിലൂടെ നേടിയെടുത്ത നെപ്പോളിയൻ വാട്ടർലൂ യുദ്ധത്തിൽ പരാജയപ്പെട്ട് അടിമയായി പിടിക്കപ്പെട്ട് വിഷണ്ണനായി ഒരു കായൽ തീരത്തിരിക്കുക. അവൻ അസ്തമയ സൂര്യനെ നോക്കിയിരിക്കുന്നു. അവൻ ആത്മഗതം ചെയ്യുകയാണ്. സമർത്ഥനായ സീസറും പ്രമുഖനായ കൈസറും സമൃദ്ധിയേറ്റ സോളമനും ഉണ്ടാക്കിയ രാജ്യം അതില്ലാതായി. എന്നാൽ യേശു മനുഷ്യ ഹൃദയങ്ങളിൽ സ്ഥാപിച്ച രാജ്യം ഇന്നും നിലനിൽക്കുന്നു. നെപ്പോളിയൻ തുടരുകയാണ്. There is only one sun that will not set. അസ്തമിക്കാത്ത ഒരു സൂര്യൻ മാത്രമേ ഉള്ളൂ, അത് യേശുവാണ്. ആംഗലേയ സാഹിത്യത്തിലെ ഫോർട്സ് കവി ഈ ഓശാന ദിവസത്തെ ഓർമ്മിപ്പിച്ചുകൊണ്ട് പറയുന്ന ഒരു കാര്യത്തോടെ ഇന്നത്തെ ചിന്ത ഞാൻ അവസാനിപ്പിക്കുക. ഈ ഫോർട്സ് കവി പാടി, ഓശാന ദിവസം ഒറ്റക്കഴുതയുടെ പുറത്ത് എഴുന്നള്ളി വന്ന യേശു നൂറ്റാണ്ടുകളിലൂടെ മനുഷ്യ ഹൃദയങ്ങളിൽ വിജയഭേരി മുഴക്കുന്നു. 2000 വർഷങ്ങൾ കഴിഞ്ഞിട്ടും അവനെ എതിരേറ്റ ആ കുരുത്തോലകൾ നാം എടുക്കുന്നെങ്കിൽ ജെറുസലേം നിവാസികളെ പോലെ ഓശാന നാം അവന് വിളിക്കുന്നെങ്കിൽ അവൻ ജനഹൃദയങ്ങളെ അന്നും ഇന്നും നാളെയും ഭരിക്കുന്നവനാണ്. അവന്റെ ഹൃദയത്തിൽ നമുക്ക് സ്വീകരിക്കാം. എല്ലാവർക്കും ഒരിക്കൽ കൂടെ ഓശാന തിരുനാളിന്റെ മംഗളങ്ങൾ നേരുന്നു. ദൈവം നിങ്ങളെ അനുഗ്രഹിക്കട്ടെ. പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വരൻ. നമുക്കെല്ലാവർക്കും സന്തോഷത്തോടും ഭക്തിയോടും കൂടെ എന്ന ദൈവനാമത്തിൽ വരുന്ന കർത്താവിനെ ഓശാന പാടി സ്തുതിക്കാം. ഓശാന പാടി ഞങ്ങൾ അങ്ങേ സ്തുതിക്കുന്നു. ജയവിളികളുടെ മധ്യത്തിൽ പ്രതാപശാലിയായി ജെറുസലേം പട്ടണത്തിലേക്ക് പ്രവേശിച്ച കർത്താവേ, ഓശാന പാടി ഞങ്ങൾ അങ്ങേ സ്തുതിക്കുന്നു. എബ്രായ ബാലന്മാരുടെ സ്തുതിഗീതങ്ങൾ സ്വീകരിച്ച് അവരെ അനുഗ്രഹിച്ച കർത്താവേ, ഓശാന പാടി ഞങ്ങൾ അങ്ങേ സ്തുതിക്കുന്നു. ജനങ്ങൾ നിശബ്ദരായിരുന്നാൽ നിർജീവങ്ങളായ കല്ലുകളെ തന്നെ ആർത്തു വിളിക്കുമെന്ന് അരുൾ ചെയ്ത കർത്താവേ, ഓശാന പാടി ഞങ്ങൾ അങ്ങേ സ്തുതിക്കുന്നു. മനുഷ്യരുടെ മുൻപിൽ അംഗീകരിച്ചു പറയുന്നവരെ സ്വർഗപിതാവിന്റെ പക്കൽ താനും അംഗീകരിച്ചു പറയുമെന്ന് വാഗ്ദാനം ചെയ്ത കർത്താവേ, ഓശാന പാടി ഞങ്ങൾ അങ്ങേ സ്തുതിക്കുന്നു. മനുഷ്യവർഗത്തെ ഉദ്ധരിക്കുവാൻ ലോകത്തിൽ അവതരിച്ച ഇസ്രായേലിന്റെ രാജാവായ കർത്താവേ,
ഓശാന പാടി ഞങ്ങൾ അങ്ങയെ സ്തുതിക്കുന്നു. ശാന്തശീലനും വിനീത ഹൃദയനുമായ കർത്താവേ, ഓശാന പാടി ഞങ്ങൾ അങ്ങയെ സ്തുതിക്കുന്നു. പ്രാർത്ഥിക്കാം. നമുക്ക് സമാധാനം. ആകാശത്തിന്റെയും ഭൂമിയുടെയും രാജാവായ മിശിഹായേ, അങ്ങയുടെ അനന്തമായ അനുഗ്രഹങ്ങളോർത്ത് കീർത്തനം പാടി ഞങ്ങൾ അങ്ങയെ സ്തുതിക്കുന്നു. ആകാശപറുദീസായിൽ പരിശുദ്ധ മാലാഖമാരോടുകൂടി നിത്യാനന്ദം അനുഭവിക്കുവാനും സ്വർഗീയ ഗാനങ്ങൾ പാടി നിരന്തരം അങ്ങേ അനുഗമിക്കുവാനും ഞങ്ങളെ യോഗ്യരാക്കണമേ. സകലത്തിൻ്റെയും നാഥനായ ദൈവം തൻ്റെ കൃപാസമുദ്രത്തിൽ നമ്മുടെ പാപങ്ങളുടെ കറകടിയെ കളയട്ടെ. നമ്മുടെ പാപങ്ങളുടെ മാലിന്യം തുടച്ചുനീക്കുകയും ചെയ്യട്ടെ. ഹൃദയതാനമേന്തി നാഥ വന്നിടുന്നു സന്നിധി, കാഴ്ചയായി നിന്റെ മുന്നിൽ നിന്നിടുന്നു സാദരം. ഹൃദയതാളമേന്തി നാഥ വന്നിടുന്നു സന്നിധി, കാഴ്ചയായി നിന്റെ മുൻപിൽ നിന്നിടുന്നു സാദരം. ഞങ്ങളുടെ കർത്താവായ ദൈവമേ, അങ്ങയുടെ കൽപ്പനയനുസരിച്ച് മിശിഹായുടെ സ്വർഗത്തിൽ നിന്നുള്ള മഹത്വപൂർണമായ രണ്ടാമത്തെ ആഗമനം വരെ അവിടുത്തെ വിശുദ്ധ ബലിപീഠത്തിന്മേൽ സ്തുത്യർഹവും പരിശുദ്ധവും ജീവദായകവും ദൈവികവുമായ രഹസ്യങ്ങൾ സജ്ജീകരിക്കപ്പെടുന്നു. അവിടുത്തേക്ക് സ്തുതിയും ബഹുമാനവും കൃതജ്ഞതയും ആരാധനയും ഉണ്ടായിരിക്കട്ടെ, എപ്പോഴും എപ്പോഴും എന്നേക്കും. താതനുമതുപോലാത്മജനും ദിവ്യറുഹായ്ക്കും സ്തുതിയെന്നും ദൈവാംബികയെയും മാർയോസേപ്പിനെയും സാദരമൂർത്തിയിട പാവനമീ ബലിയിൽ. ആദിയിലെ പോലെ നന്നേക്കും ആമേൻ ആമേൻ. സുതനുടെ പ്രേക്ഷിതരേ, ഏകജ സ്നേഹിതരേ, ശാന്തി ലഭിച്ചിടുവാൻ നിങ്ങൾ പ്രാർത്ഥിപ്പിൻ. സർവരുമൊന്നായി പാടിയിടട്ടെ ആമേൻ ആമേൻ. മർത്തോമായെയും നിണസാക്ഷികളെയും സൽക്കർമ്മികളെയും ബലിയിലോർത്തിടാ. നമ്മുടെ കൂടെ ബലവാന കർത്താവെന്നേക്കും, രാജാവാം ദൈവം നമ്മോടൊത്തെന്നും, യാക്കോബിൻ ദൈവം നമ്മുടെ തുണയെന്നും. ചെറിയവരെല്ലാം
വലിയവരൊപ്പം കാത്തുവസിക്കുന്നു. വ്രതരെല്ലാരും നിൻ മഹിതോത്ഥാനത്തിൽ ശരണം തേടുന്നു. ഉദ്ധിതരായിടുവാൻ തിരുസന്നിധിയിൽ ഹൃദയഗതങ്ങൾ ചൊരിയുവിനെന്നേക്കും. നോമ്പും പ്രാർത്ഥനയും പശ്ചാത്താപവുമായി ത്രിത്വത്തെ മോദാം നിത്യം വാഴ്ത്തിടാം. സർവശക്തനും പിതാവുമായ ഏകദൈവത്തിൽ ഞങ്ങൾ വിശ്വസിക്കുന്നു. ദൃശ്യവും അദൃശ്യവുമായ സകലത്തിന്റെ സൃഷ്ടാവിൽ ഞങ്ങൾ വിശ്വസിക്കുന്നു. ദൈവത്തിന്റെ പുത്രനും സകല സൃഷ്ടികളുമുള്ള ജാതനും യുഗങ്ങൾക്കെല്ലാം മുമ്പ് പിതാവിന് ജനിച്ചവനും എന്നാൽ സൃഷ്ടിക്കപ്പെടാത്തവനും ഏകകർത്താവുമായ ഈശോയിൽ ഞങ്ങൾ വിശ്വസിക്കുന്നു. അവിടുന്ന് സത്യദൈവത്തിലുള്ള സത്യദൈവവും പിതാവിനോടുകൂടി സത്യമാകുന്നു. അവിടുന്ന് വഴി പ്രപഞ്ചം സംവിധാനം ചെയ്യപ്പെടുകയും എല്ലാം സൃഷ്ടിക്കപ്പെടുകയും ചെയ്തു. മനുഷ്യരായ നമുക്ക് വേണ്ടിയും നമ്മുടെ രക്ഷയ്ക്ക് വേണ്ടിയും അവിടുന്ന് സ്വർഗ്ഗത്തിൽ നിന്നിറങ്ങി പരിശുദ്ധാത്മാവിനാൽ കന്യകാമറിയത്തിൽ ശരീരം സ്വീകരിച്ച് മനുഷ്യനായി പിറന്നു. പന്തിയോസ് പീലാത്തോസിന്റെ കാലത്ത് പീഡകൾ സഹിക്കുകയും സ്ത്രീവായി തറക്കപ്പെട്ട് മരിക്കുകയും സംസ്കരിക്കപ്പെടുകയും എഴുതപ്പെട്ടിരിക്കുന്നത് പോലെ മൂന്നാം ദിവസം ഉയർത്തെഴുന്നേൽക്കുകയും ചെയ്തു. അവിടുന്ന് സ്വർഗ്ഗത്തിലേക്ക് എഴുന്നള്ളി പിതാവിന്റെ വലത്തുഭാഗത്തിരിക്കുന്നു. മരിച്ചവരെയും ജീവിക്കുന്നവരെയും വിധിക്കുവാൻ അവിടുന്ന് വീണ്ടും വരുവാനിരിക്കുന്നു. പിതാവിൽ നിന്ന് പുത്രനും പുറപ്പെടുന്ന സത്യാത്മാവും ജീവദാതാവുമായ ഏകപരിശുദ്ധാത്മാവിലും ഞങ്ങൾ വിശ്വസിക്കുന്നു. ഏകവും പരിശുദ്ധവും ശ്ലൈഹികവും സാർവത്രികവുമായ സഭയിലും ഞങ്ങൾ വിശ്വസിക്കുന്നു. പാപമോചനത്തിനായി മാമോദീസായും ശരീരത്തിന്റെ ഉയർപ്പും നിത്യായുസ്സും പറയുകയും ചെയ്യുന്നു. ആമേൻ. കർത്താവേ, ആശീർവദിക്കണമേ. എൻ്റെ സഹോദരീ സഹോദരങ്ങളെ, ഈ കുർബാന എൻ്റെ ജീവിതം വഴി പൂർത്തിയാകുവാൻ നിങ്ങൾ എനിക്ക് വേണ്ടി പ്രാർത്ഥിക്കുവിൻ. സകലത്തിന്റെ നാഥനായ ദൈവം തന്റെ ലക്ഷ്യം നിറവേറ്റുവാൻ നമ്മെ ശക്തരാക്കട്ടെ. ഈ കുർബാന അവിടുന്ന് സ്വീകരിക്കട്ടെ. അങ്ങേക്കും ഞങ്ങൾക്കും ലോകം മുഴുവനും വേണ്ടി അങ്ങ് സമർപ്പിക്കുന്ന ഈ നിലയിൽ അവിടുന്ന് സംപ്രീതനാവുകയും ചെയ്യട്ടെ. ആമേൻ. കർത്താവായ ദൈവമേ, അങ്ങ് ഞങ്ങളുടെ മേൽ വർഷിച്ച സമൃദ്ധമായ അനുഗ്രഹങ്ങളെ പ്രതി ഞങ്ങൾ അങ്ങേക്ക് നന്ദി പറയുന്നു. അങ്ങയുടെ അഭിഷിക്തന്റെ ശരീരരക്തങ്ങളാകുന്ന ദിവരഹസ്യങ്ങളുടെ ശുശ്രൂഷകരാകുവാൻ എളിയവരും പാപികളുമായിരുന്നിട്ടും ഞങ്ങളെ അങ്ങ് കാരുണ്യാതിരകത്താൽ യോഗ്യരാക്കി. അങ്ങ് നൽകിയ ഏതാനും തികഞ്ഞ സ്നേഹത്തോടും ഉറച്ച വിശ്വാസത്തോടും കൂടെ ഈ പരികർമ്മം ചെയ്യുവാൻ ഞങ്ങളെ ശക്തരാക്കണമെന്ന് അങ്ങയോട് ഞങ്ങൾ അപേക്ഷിക്കുന്നു. ഞങ്ങൾ അങ്ങേക്ക് സ്തുതിയും ബഹുമാനവും കൃതജ്ഞതയും ആരാധനയും സമർപ്പിക്കുന്നു, ഇപ്പോഴും എപ്പോഴും എന്നേക്കും. സമാധാനം നിങ്ങളോടുകൂടെ. സഹോദരരെ, മിശിഹായുടെ സ്നേഹത്തിൽ നിങ്ങൾ സമാധാനം ആശംസിക്കുവിൻ. കർത്താവിൻ കൃപയും ദൈവപിതാവിൻ സ്നേഹമതും റൂഹാദൻ സഹവാസവുമീ നമ്മോടൊത്തുണ്ടാകട്ടെ.
വികാര വിചാരങ്ങൾ ഉയരങ്ങളിലേക്കുയരട്ടെ. ഹൃദയ വികാര വിചാരങ്ങൾ പൂർവപിതാവാമബ്രാഹം യിസ്ഹാക്യാക്കോബെന്നിവർ തൻ ദൈവമേ നിത്യം ആരാധ്യൻ. രാജാവേ നിൻ സന്നിധിയിൽ അഖില ചരാചര കർത്താവ ദൈവത്തിനു ബലിയർപ്പിപ്പൂ. ന്യായവുമാണത് യുക്തവുമാ, ന്യായവുമാണത് യുക്തവുമാ, ന്യായവുമാണത് യുക്തവുമാ, ന്യായവുമാണത് യുക്തവുമാ. ഒന്ന് ചേർന്ന് നമുക്ക് പ്രാർത്ഥിക്കാം. കർത്താവേ, കർത്താവേ, ഞങ്ങളുടെ മനസ്സിനെ ഞങ്ങളുടെ മനസ്സിനെ എല്ലാ ശുദ്ധതയിലും എല്ലാ ശുദ്ധതയിലും ദുഷ്ടതയിലും ദുഷ്ടതയിലും അസൂയയിലും അസൂയയിലും വഞ്ചനയിലും വഞ്ചനയിലും വിദ്വേഷത്തിൽ നിന്ന് വിദ്വേഷത്തിൽ നിന്ന് വിമുക്തമാക്കണമേ. വിമുക്തമാക്കണമേ. അങ്ങയുടെ കരുണയാൽ അങ്ങയുടെ കരുണയാൽ തമ്മിൽ തമ്മിലും തമ്മിലും മറ്റെല്ലാവരോടും മറ്റെല്ലാവരോടും സ്നേഹവും സ്നേഹവും ഐക്യവും ഐക്യവും ഞങ്ങളിലുളവാക്കണമേ. ഞങ്ങളിലുളവാക്കണമേ. വിശുദ്ധവും വിശുദ്ധവും സജീവവുമായ തിരുക്കർമ്മം സജീവമായ തിരുക്കർമ്മം പ്രത്യാശപൂർവ്വം അനുഷ്ഠിക്കുവാൻ പ്രത്യാശപൂർവ്വം അനുഷ്ഠിക്കുവാൻ ഞങ്ങൾക്ക് ഞങ്ങൾക്ക് ആത്മധൈര്യം ആത്മധൈര്യം നൽകുകയും ചെയ്യണമേ. നൽകുകയും ചെയ്യണമേ. സകല സ്വർഗവാസികളോട് ചേർന്ന് സകല ഭൂവാസികളോട് ചേർന്ന് സകല മാലാഖമാരോട് ചേർന്ന് ക്രൂവ്യന്മാരോട് ചേർന്ന് ശ്രാപ്യന്മാരോട് ചേർന്ന് മുഖ്യദൂതന്മാരോട് ചേർന്ന് അഗ്നിമയന്മാരോട് ചേർന്ന് സകല സൃഷ്ടിജാലങ്ങളോട് ചേർന്ന് യേശുവിന് ജയ് വിളിച്ച ജെറുസലേം നിവാസികളോട് ചേർന്ന് നമുക്ക് നമ്മുടെ കുരുത്തോലകൾ ഉയർത്തി കുരുത്തോലകൾ സൈഡിലേക്ക് ആട്ടിക്കൊണ്ട് ഈ ഓശാന ഗാനത്തിൽ പങ്കുചേരാം. എല്ലാവരും കുരുത്തോല ഉയർത്തി ഓശാന 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 ഉന്നതനാം രാജാവേ മാനവനായി തീർന്നവനേ അഖിലത്തിലുമുടയോനേ അനവരതം പാടുന്നു. വാനവനായകർ നിരനിരയായി കിന്നര വീണകൾ മീട്ടിമുതാ ഏകസ്വരത്തിൽ പാടുന്നു സർവേശ്വരനിന്നോശാന. വാനവഗായകർ നിരനിരയാ കിന്നര വീണകൾ മീട്ടിമുതാ ഏകസ്വരത്തിൽ പാടുകയായി സർവേശ്വരനിന്നോശാന. ഓശാന 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 ഓശാന. കർത്താവായ ദൈവമേ, സ്വർഗീയ ഗണങ്ങളോടുകൂടെ അങ്ങേക്ക് ഞങ്ങൾ കൃതജ്ഞത സമർപ്പിക്കുന്നു.
അങ്ങയുടെ പ്രിയപുത്രൻ ഞങ്ങളോട് കൽപ്പിച്ചതുപോലെ എളിയവരും ബലഹീനരും അകലരുമായ ഈ ദാസ് അവിടുത്തെ നാമത്തിൽ ഒരുമിച്ചുകൂടി ഞങ്ങളുടെ രക്ഷയുടെ സ്മാരകമായ ഈ രഹസ്യം തിരുസന്നിധിയിൽ ഞങ്ങൾ അർപ്പിക്കുന്നു. കർത്താവായ ദൈവമേ, അങ്ങയുടെ പ്രിയപുത്രൻ ഞങ്ങളെ പഠിപ്പിച്ചതുപോലെ അവിടുത്തെ പീഡാനുഭവത്തിന്റെ സ്മരണ ഞങ്ങൾ ആചരിക്കുന്നു. താൻ ഏൽപ്പിച്ചു കൊടുക്കപ്പെട്ട രാത്രിയിൽ ഈശോ നിർമ്മലമായ തൃക്കരങ്ങളിൽ അപ്പമെടുത്ത് സ്വർഗത്തിലേക്ക് ആരാധ്യനായ പിതാവേ, അങ്ങയുടെ പക്കലേക്ക് കണ്ണുകൾ ഉയർത്തി വാഴ്ത്തി വിഭജിച്ച് ശിഷ്യന്മാർക്ക് നൽകിക്കൊണ്ട് അരുൾ ചെയ്തു, ഇത് പാപമോചനത്തിനായി നിങ്ങൾക്ക് വേണ്ടി വിഭജിക്കപ്പെടുന്ന എൻ്റെ ശരീരം. നിങ്ങളെല്ലാവരും ഇതിൽ നിന്ന് വാങ്ങി ഭക്ഷിക്കുവിൻ. അപ്രകാരം തന്നെ കാസ്യമെടുത്ത് കൃതജ്ഞതാ സ്തോത്രം ചെയ്ത് വാഴ്ത്തി അവർക്ക് നൽകിക്കൊണ്ടരുൾ ചെയ്തു, ഇത് പാപമോചനത്തിനായി അനേകർക്ക് വേണ്ടി ചിന്തപ്പെടുന്ന പുതിയ ഉടമ്പടിയിലെ എൻ്റെ രക്തമാകുന്നു. നിങ്ങളെല്ലാവരും ഇതിൽ നിന്ന് വാങ്ങി പാനം ചെയ്യുവിൻ. ഞാൻ ഈ ചെയ്തത് നിങ്ങൾ എൻ്റെ നാമത്തിൽ ഒന്നിച്ചു കൂടുമ്പോൾ എൻ്റെ ഓർമ്മയ്ക്കായി ചെയ്യുവിൻ. യേശുവേ നാഥ, അങ്ങയെ ഞാൻ ആരാധിക്കുന്നു, സ്തുതിക്കുന്നു. ജീവനുമെന്റെ സർവസ്വവും മുൻപിലണച്ച് കുമ്പിടുന്നു. കർത്താവേ, ശക്തനായ ദൈവമേ, പ്രധാനാചാര്യനും സാർവത്രിക സഭയുടെ തലവനും പിതാവുമായ മർലിയോ പാപ്പായ്ക്ക് വേണ്ടിയും റാഫേൽ പിതാവിനും ജോസഫ് പിതാവിനും വേണ്ടിയും പുരോഹിതന്മാർ സംസ്ഥാനമാ സമർപ്പിതർ അൽമായി പ്രേക്ഷിത് ഭരണകർത്താക്കൾ മേലധികാരികൾ എന്നിവർക്ക് വേണ്ടിയും ഈ കുർബാന അങ്ങ് സ്വീകരിക്കണമേ. കർത്താവേ, കുർബാന സ്വീകരിക്കണമേ. എല്ലാ പ്രവാചകന്മാരുടെയും സ്ലിഹന്മാരുടെയും രക്തസാക്ഷികളുടെയും വന്ദകരുടെയും ബഹുമാനത്തിന് വേണ്ടിയും അങ്ങയുടെ സന്നിധിയിൽ പ്രീതിജനകമാം വിധം വർദ്ധിച്ച് നീതിമാന്മാരും വിശുദ്ധരുമായ എല്ലാ പിതാക്കന്മാർക്ക് വേണ്ടിയും ഈ കുർബാന അങ്ങ് സ്വീകരിക്കണമേ. കർത്താവേ, കുർബാന സ്വീകരിക്കണമേ. ക്ലേശിതരും ദുഃഖിതരും ദരിദ്രരും പീഡിതരും രോഗികളും ആകുലരുമായ എല്ലാവർക്കും വേണ്ടിയും ഞങ്ങളുടെ ഇടയിൽ നിന്ന് അങ്ങയുടെ നാമത്തിൽ വേർപിരിഞ്ഞു പോയ എല്ലാ മരിച്ചവർക്കും വേണ്ടിയും അങ്ങയുടെ കാരുണ്യത്തെ പ്രത്യാശപൂർവം കാത്തിരിക്കുന്ന ഈ ജനത്തിന് വേണ്ടിയും അയോഗ്യനായ എനിക്ക് വേണ്ടിയും ഈ കുർബാന അങ്ങ് സ്വീകരിക്കണമേ. കർത്താവേ, കുർബാന സ്വീകരിക്കണമേ. കർത്താവായ ദൈവമേ, അങ്ങ് ഞങ്ങളെ പഠിപ്പിച്ചതുപോലെ നിർമ്മലവും വിസ്തവുമായി ബലിപീഠത്തിന്മേൽ അങ്ങയുടെ അഭിഷിക്തന്റെ ശരീര രക്തങ്ങൾ ഞങ്ങൾ അർപ്പിക്കുന്നു. ജീവിതകാലം മുഴുവൻ അങ്ങയുടെ ശാന്തിയും സമാധാനവും ഞങ്ങൾക്ക് നൽകണമേ. ഞങ്ങളുടെ നാഥനും രക്ഷകനുമായ യേശു മിശിഹായുടെ പീഡാനുഭവത്തിൻ്റെയും മരണത്തിൻ്റെയും സംസ്കാരത്തിൻ്റെയും ഉത്ഥാനത്തിൻ്റെയും മഹനീയവും ഭയഭക്തിജനകവും പരിശുദ്ധവും ജീവദായകവും ദൈവികവുമായ രഹസ്യത്തിൽ സന്തോഷത്തോടെ ഞങ്ങൾ സ്മരിക്കുകയും സ്തുതിക്കുകയും അനുഷ്ഠിക്കുകയും ചെയ്യുന്നു. ആത്മാവാം ദൈവമേ വരണേ, എൻ്റെ ഉള്ളിൽ വസിക്കാൻ വരണേ.
ആത്മാവാം ദൈവമേ വരണേ, എന്റെ ഉള്ളിൽ വസിക്കാൻ വരണേ. ദാഹിച്ചു നിന്നെ ഞാൻ തേടുന്നു, സ്വർഗം തുറന്നിറങ്ങി നീ വരണേ. ദാഹിച്ചു നിന്നെ ഞാൻ തേടുന്നു, സ്വർഗം തുറന്നിറങ്ങി നീ വരണേ. ആത്മാവാം ദൈവമേ വരണേ, എന്റെ ഉള്ളിൽ വസിക്കാൻ വരണേ. ദൈവമേ, അങ്ങയുടെ കൃപയ്ക്കൊത്ത വിധം എന്നോട് ദയ തോന്നണമേ. അങ്ങയുടെ കാരുണ്യത്തിനനുസൃതമായി ഞങ്ങളുടെ പാപങ്ങൾ മായ്ച്ചു കളയണമേ. കർത്താവെ, അനുഗ്രഹിക്കണമേ. ഞങ്ങളുടെ കർത്താവായ ദൈവമേ, ഞങ്ങൾ അയോഗ്യരാകുന്നു, ഞങ്ങൾ തീർത്തും അയോഗ്യരാകുന്നു. എങ്കിലും സ്തുത്യർഹവും പരിശുദ്ധവും ജീവദായകവും ദൈവികവുമായ ഈ രഹസ്യങ്ങളിലേക്ക് അങ്ങയുടെ കാരുണ്യം ഞങ്ങളെ അടുപ്പിക്കുന്നു. ഞങ്ങളുടെ കർത്താവേ ഈശോമിശിഹായി, നിന്റെ തിരുനാമത്തിന് സ്തുതിയും നാഥനായ നിനക്ക് ആരാധനയും എപ്പോഴും ഉണ്ടായിരിക്കട്ടെ. സജീവവും ജീവദായകവുമായ ഈ അപ്പം സ്വർഗത്തിൽ നിന്നിറങ്ങിയതും ലോകത്തിന് മുഴുവൻ ജീവൻ നൽകുന്നതുമാകുന്നു. ഇത് ഭക്ഷിക്കുന്നവർ മരിക്കുകയില്ല, പ്രത്യുത പാപമോചനവും രക്ഷയും പ്രാപിക്കുകയും നിത്യം ജീവിക്കുകയും ചെയ്യും. ായൊരു സ്വർഗീയ ഭോജ്യമേ, എന്നിൽ വന്നു നീ വാഴേണമേ. ദിവ്യദാനങ്ങൾ ചിന്തേണമേ, വാനിൽ നിന്നോഴിയാഗതമായൊരു സ്വർഗീയ ഭോജ്യമേ, എന്നിൽ വന്നു നീ വാഴേണമേ. ദിവ്യദാനങ്ങൾ ചിന്തേണമേ. നമ്മുടെ കർത്താവേ ഈശോമിശിഹായുടെ കൃപയും പിതാവായ ദൈവത്തിൻ്റെ സ്നേഹവും പരിശുദ്ധാത്മാവിൻ്റെ സഹവാസവും നാം എല്ലാവരോടും കൂടെ ഉണ്ടായിരിക്കട്ടെ, എപ്പോഴും എപ്പോഴും എന്നേക്കും. മൗനമായി നമ്മുടെ പാപങ്ങൾ ഓർത്ത് നമുക്ക് പശ്ചാത്തപിക്കാം. ജെറുസലേം നിവാസികളെ പോലെ ദൈവത്തെ എപ്പോഴും സ്തുതിക്കുന്നു, ദൈവത്തിന് അനവരതം ഓശാന പാടുന്നു, മറ്റുള്ളവരോട് സ്നേഹത്തോടെ പെരുമാറുന്നു. നന്മയുള്ള ഹൃദയങ്ങൾ ഞങ്ങൾക്കും തരണമേ എന്ന് പ്രാർത്ഥിക്കാം. യേശുനാഥൻ്റെ ഓശാന വിളികൾ ജെറുസലേം നിവാസികൾ ഉയർത്തിയപ്പോൾ പ്രധാന പുരോഹിതന്മാരും നിയമജ്ഞരും ഫരീസയരും അവരെക്കാൾ മികച്ച ഒരാൾ വരുന്നു എന്ന് മനസ്സിലാക്കുമ്പോൾ നിശബ്ദരായിരിക്കാൻ പറയും. ബാലികാ ബാലന്മാരോട് നിശബ്ദരായിരിക്കാൻ പറഞ്ഞപ്പോൾ യേശു പറഞ്ഞു, ഇവർ നിശബ്ദരായിരുന്നാൽ ഈ കല്ലുകൾ എനിക്ക് വേണ്ടി ആർപ്പ് വിളിക്കും. അചേതന പ്രകൃതി പോലും യേശുവിന് ഓശാന വിളിക്കുന്ന എന്ന് അവിടുത്തെ ദൈവമായി, അവിടുത്തെ രാജാതിരാജനായി ഹൃദയത്തിൽ ഏറ്റുവാങ്ങുന്ന ഇന്ന് ഈശോയെ, ഞങ്ങളുടെ ഹൃദയങ്ങളിലേക്ക് അങ്ങ് കടന്നു വരണം, അങ്ങയുടെ നന്മ ഞങ്ങളുടെ ഹൃദയങ്ങളിൽ നിറയ്ക്കണമേ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് കരമുയർത്തി മനമുയർത്തി സ്വരമുയർത്തി വീണ്ടും നമുക്ക് പ്രാർത്ഥിക്കാം. സ്വർഗസ്ഥനായി ഞങ്ങളുടെ പിതാവേ, അങ്ങയുടെ നാമം പൂജിതമാകണമേ, അങ്ങയുടെ രാജ്യം വരണമേ, അങ്ങയുടെ തിരുമനസ്സ് സ്വർഗ്ഗത്തിലെ പോലെ ഭൂമിയിലുമാകണമേ. ഞങ്ങൾക്ക് ആവശ്യമായ ആഹാരം ഇന്ന് ഞങ്ങൾക്ക് തരണമേ. ഞങ്ങളുടെ കടക്കാരോട് ഞങ്ങൾ ക്ഷമിച്ചതുപോലെ ഞങ്ങളുടെ കടങ്ങളും പാപങ്ങളും
ഞങ്ങളോട് ക്ഷമിക്കണമേ. ഞങ്ങളെ പ്രലോഭനത്തിനിടയാക്കരുതേ. ദുഷ്ടാരൂപിയിൽ നിന്ന് ഞങ്ങളെ രക്ഷിക്കണമേ. എന്തുകൊണ്ടെന്നാൽ രാജ്യവും ശക്തിയും മഹത്വവും എന്നേക്കും അങ്ങയുടേതാകുന്നു. ആമേൻ. കർത്താവേ, ശക്തനായ സർവേശ്വര, നല്ലവനായ ദൈവമേ, കൃപാപൂർണനായ ഞങ്ങളുടെ പിതാവേ, അങ്ങയുടെ കാരുണ്യം ഞങ്ങൾ അപേക്ഷിക്കുന്നു. ഞങ്ങളെ പ്രലോഭനത്തിൽ വീഴാനിടയാകരുതേ. ദുഷ്ടാരൂപിയിൽ നിന്നും അവൻ്റെ സൈന്യങ്ങളിൽ നിന്നും ഞങ്ങളെ രക്ഷിക്കണമേ. എന്തുകൊണ്ടെന്നാൽ സ്വർഗത്തിലും ഭൂമിയിലും രാജ്യവും ശക്തിയും പ്രാബല്യവും അധികാരവും അങ്ങയുടേതാകുന്നു, എപ്പോഴും എന്നേക്കും. സമാധാനം നിങ്ങളോടുകൂടെ. അങ്ങയോടും അങ്ങയുടെ ആത്മാവോടും കൂടെ. വിശുദ്ധ കുർബാന വിശുദ്ധ ജനത്തിനുള്ളതാകുന്നു. ഏകപിതാവ് പരിശുദ്ധനാകുന്നു, ഏകപുത്രൻ പരിശുദ്ധനാകുന്നു, ഏകരൂഹ പരിശുദ്ധനാകുന്നു. പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും എന്നേക്കും സ്തുതി. ആമേൻ. നമ്മുടെ രാജാവായ ദൈവം തന്റെ പുത്രന്റെ വിരുന്നിന് നമ്മെ ക്ഷണിക്കുന്നു. വിശ്വാസത്തോടും പ്രതീക്ഷയോടും കൂടെ ഈ വിരുന്നിൽ നമുക്ക് സംബന്ധിക്കാം. ഹോശാന പാടിക്കൊണ്ട് നമുക്ക് അവിടുത്തെ സ്വീകരിക്കാം. നമ്മെ ജീവിപ്പിക്കുന്ന കർത്താവീശോ മിശിഹായുടെ കൃപാവരം അവിടുത്തെ കാരുണ്യത്താൽ നാം എല്ലാവരിലും സമ്പൂർണ്ണമാകട്ടെ. ഇപ്പോഴും എന്നേക്കും ആമേൻ. കർത്താവിന്റെ നാമത്തിൽ വരുന്ന ഇസ്രായേലിന്റെ രാജാവിനെ സ്നേഹപൂർവ്വം നമുക്ക് സ്വീകരിക്കാം. മിശിഹായുടെ ശരീരവും രക്തവും നിത്യജീവൻ നൽകട്ടെ. അപ്പത്തിൻ രൂപത്തിൽ എന്നിൽ ആഗതനാകുമെന്നീശോ. അപ്പത്തിൻ രൂപത്തിൽ എന്നിൽ ആഗതനാകുമെന്നീശോ. അണയേണമേ എൻ്റെ ഉള്ളിൽ, അതുമാത്രം ഞാൻ കൊതിപ്പൂ. അണയേണമേ എൻ്റെ ഉള്ളിൽ, അതുമാത്രം ഞാൻ കൊതിപ്പൂ. വാ വാ എന്നേശുനാഥാ, വാ വാ എൻ സ്നേഹനാഥാ, വാ വാ എന്നേശുനാഥാ, വാ
അങ്ങെൻ്റെ ഉള്ളത്തിൽ വന്ന അരുതാത്തതെല്ലാം അകലും. അങ്ങെന്റെ ഉള്ളത്തിൽ വന്നാൽ അരുതാത്തതെല്ലാം അകലും. അരുളുന്ന മൊഴികൾ കേട്ടൻ അകതാരിൽ ശാന്തി നിറയും. അരുളുന്ന മൊഴികൾ കേട്ടൻ അകതാരിൽ ശാന്തി നിറയും. വാവാ എന്റെ യേശുനാഥ, വാവാ എൻ സ്നേഹനാഥ, വാവാ എന്റെ യേശുനാഥ, വാവാ എൻ സ്നേഹനാഥ, വന്നു വസിച്ചിടുകെന്നിൽ നിൻ സ്നേഹമെന്നിൽ നിറയ്ക്കൂ. അറിവോടെ എത്രയോ നിമിഷം അകന്നു പോയി നിൻ മുൻപിൽ നിന്നും. അറിവോടെ എത്രയോ നിമിഷം അകന്നുപോയി നിൻ മുൻപിൽ നിന്നും. അലിവോടെ നിൻ കൈകളാലേ അടിയനെ ചേർത്തണച്ചിടൂ. അലിവോടെ നിൻ കൈകളാലേ അടിയനെ ചേർത്തണച്ചിടൂ. വാവാ എന്റെ യേശുനാഥ, വാവാ എൻ സ്നേഹനാഥ, വാവാ എന്റെ യേശുനാഥ, വാവാ എൻ സ്നേഹനാഥ, വന്നു വസിച്ചിടുകെന്നിൽ നിൻ സ്നേഹമെന്നിൽ നിറയ്ക്കൂ. കുരുത്തോല തിരുനാളുടെ മംഗളങ്ങൾ ഒരിക്കൽ കൂടെ എല്ലാവർക്കും നേരുന്നു. ഇന്ന് മറ്റു കുർബാനകൾ പതിവ് പോലെ ഉണ്ടായിരിക്കും. ഇന്ന് കുടുംബ യൂണിറ്റ് സെൻറ് ജോസഫ് യൂണിറ്റിൻ്റെ യോഗം വൈകിട്ട് 5 മണിക്ക് കൊപ്പറമ്പിൽ തോമസ് ലിജോയുടെ ഭവനത്തിൽ, വൈകിട്ട് 5 മണിക്ക് കൊപ്പറമ്പിൽ തോമസ് ലിജോയുടെ ഭവനത്തിൽ, വൈകിട്ട് 5:30 സേക്രഡ് ഹാർട്ട് യൂണിറ്റിൻ്റെ യോഗം സാൻഡി ജോസ് വെണ്ണിക്കണ്ടത്തിൻ്റെ ഭവനത്തിൽ. ഈസ്റ്ററിനോടനുബന്ധിച്ച കുമ്പസാരം, വലിയാഴ്ചയിലെ കുമ്പസാരം ഇന്ന് വൈകിട്ട് 5 മുതൽ 7 വരെ ഉണ്ടായിരിക്കും. നാളെ കാലത്ത് 6:30 മുതൽ 8 വരെ ഉണ്ടായിരിക്കും. അതുപോലെ വൈകിട്ട് 5 മുതൽ 7 വരെയും ഉണ്ടായിരിക്കും. മനസ്സിലായി എന്ന് വിചാരിക്കുന്നു. അപ്പോൾ ഇന്ന് വൈകിട്ട് 5 മുതൽ 7 വരെ കുമ്പസാരം. നാളെ കാലത്ത് കുർബാനയുടെ സമയത്ത് 6:30 മുതൽ 8 വരെ, അതുപോലെ വൈകിട്ട് 5 മുതൽ 7 വരെയും നാളെ ഉണ്ടാകും. കിടപ്പ് രോഗികളെ കുമ്പസാരിപ്പിക്കാൻ തിങ്കളാഴ്ച അച്ഛന്മാർ വരുന്നതാണ്. കിടപ്പ് രോഗികളുടെ പേര് വിവരങ്ങൾ യൂണിറ്റ് പ്രസിഡന്റിനെ അറിയിക്കാൻ ഓർമ്മിപ്പിക്കുക. പെസഹ വ്യാഴം കാലത്ത് 6:30 വിശുദ്ധ കുർബാന, കാലുകഴികൾ ശുശ്രൂഷ, ആരാധന. വൈകിട്ട് 6 ആരാധന സമാപനം. തുടർന്ന് പൊതു ആരാധന, അപ്പമുറിക്കൽ ശുശ്രൂഷ. ദുഃഖവെള്ളി കാലത്ത് 6:30 തിരുക്കർമ്മങ്ങൾ.
വൈകിട്ട് 4:30 കുരിശിൻ്റെ വഴി പ്രസംഗം, നഗരി കാണിക്കൽ, രൂപമുത്തൽ, നർച്ചക്കഞ്ഞ്. ദുഃഖശനി കാലത്ത് 6:30 തിരുക്കർമ്മങ്ങൾ ആരംഭിക്കും. രാത്രി 10 ഉയർപ്പിൻ്റെ കർമ്മങ്ങൾ ആരംഭിക്കും. ഈസ്റ്റർ ഞായർ കാലത്ത് 7 വിശുദ്ധ കുർബാന, 8:30 സെനഡ് കുർബാന. പെസഹ വ്യാഴം ദുഃഖവെള്ളി ദിവസങ്ങളിൽ ദർശന സമൂഹം അംഗവസ്ത്രം ധരിച്ച് വരിക. കാറ്റഗിസം കുട്ടികളുടെ 1 മുതൽ 12 ക്ലാസ് വരെ ഉള്ള കുട്ടികളുടെ ഇൻറ്റൻസീവ് ബൈബിൾ കോഴ്സ് ഏപ്രിൽ 7 മുതൽ 10 വരെ തീയതികളിലാണ്. നോമ്പുകാല കവറുകൾ യൂണിറ്റ് ഭാരവാഹികൾ കളക്ട് ചെയ്ത് ദുഃഖശനി പള്ളിയിൽ ഏൽപ്പിക്കുവാൻ ഓർമ്മിപ്പിക്കുകയാണ്. പൈസ ഇടവകയിലെ പാവപ്പെട്ടവരെ സഹായിക്കാൻ ഉപവിപ്രവർത്തനങ്ങൾക്ക് വിനിയോഗിക്കുന്നതാണ്. കേട്ടു എന്ന് വിചാരിക്കുന്നു. ക്രിസ്മസിന് ഞാൻ പറഞ്ഞെങ്കിൽ ഇങ്ങനെയൊക്കെ തന്നെയാണ് എഴുതി വായിച്ചത്. ഉപവിപ്രവർത്തനം എന്ന് പറഞ്ഞാൽ മറ്റുള്ളവരെ സഹായിക്കാനായിട്ട്. അപ്പോൾ നമ്മൾ നോമ്പുകാല കവറുകൾ അത് കൊടുത്തു വിടുക. നമ്മുടെ ഇടവകയിലെ നിർധനരായിട്ടുള്ള ആളുകളെ സഹായിക്കാൻ അത് വിനിയോഗിക്കുന്നതാണ്. ഞാൻ കേട്ടില്ല എന്നാരും പറയരുത്. ക്രിസ്മസിന് ഒരാൾ മാത്രമേ കേട്ടോളൂ. എഴുന്നേറ്റ് നിന്ന് സമാപന ആശീർവാദം സ്വീകരിക്കാം. പരിശുദ്ധാത്മാവിന്റെ ഉറവർത്താൽ സുത്രവും പരിശുദ്ധവും ജീവദായകവും ദൈവികവുമായ ഈ രഹസ്യങ്ങൾ സമീപിച്ച് ഇവയിൽ പങ്കൊള്ളാൻ യോഗ്യരായപ്പെട്ട നമുക്ക് എല്ലാവർക്കും ഇവയുടെ ദാതാവ് ദൈവത്തിനോട് സ്തുതിയും കൃതജ്ഞതയും സമർപ്പിക്കാം. നമുക്ക് പ്രാർത്ഥിക്കാം. സമാധാനം നമ്മളുടെ. കർത്താവായ ദൈവമേ, തിരുവചനത്താൽ വിശുദ്ധീകരിക്കപ്പെട്ട് ദിവ്യരഹസ്യങ്ങളാൽ നവജീവൻ പ്രാപിക്കാൻ പാപികളും ബലഹീനരുമായി ഞങ്ങൾ വിളിച്ചതിന് അങ്ങേക്ക് നന്ദി പറയുന്നു. അങ്ങയുടെ കൽപ്പനകൾ വിശ്വസ്തതാപൂർവം പാലിച്ച് രക്ഷയുടെ അനുഭവം പങ്കുവയ്ക്കുവാനും നിരന്തരം അങ്ങേക്ക് സ്തുതികൾ അർപ്പിക്കുവാനും ഞങ്ങളെ യോഗ്യരാക്കണമേ. സകലത്തിൻ്റെയും നാഥായ നീക്കും. പാപികളെ വിളിക്കുന്നവനും അനുതാപികൾക്ക് വാതിൽ തുറന്നു കൊടുക്കുന്നവനുമായി മിശിഹായി നിന്റെ ശരീര രക്തങ്ങൾ സ്വീകരിക്കാൻ അനന്തമായി കൃപയാൽ നീ ഞങ്ങളെ അർഹരാക്കി നിന്റെ രാജ്യത്തിന്റെ മഹത്വത്തിൽ പ്രവേശിച്ച് നീതിമാന്മാരോടുകൂടെ സ്വർഗീയ ഓർസ്ലമിൽ നിന്നെ സ്തുതിക്കുവാൻ ഞങ്ങളെ യോഗ്യരാക്കണമേ. സകലത്തിൻ്റെയും നാഥായ നീക്കും. കർത്താവേ ആശ്രദിക്കണമേ. പാപികളെ പശ്ചാത്താപത്തിലേക്ക് വിളിക്കാൻ വന്ന് നമ്മുടെ കർത്താവ് വിശ്വസിക്കായി നാം സ്തുതിക്കുകയും ബഹുമാനിക്കുകയും ചെയ്തു. രാജാക്കന്മാരുടെ രാജാവായ നമ്മുടെ കർത്താവ് യേശുമിശിഹ നമ്മിൽ ഓരോരുത്തരിലും രാജാവായി വാഴുകയും അവിടുത്തെ ശാന്തിയും സമാധാനവും നമുക്ക് നൽകുകയും ചെയ്യട്ടെ. ഹോശാന പാടി അവിടുത്തെ സ്വീകരിച്ച നമ്മയെല്ലാം തൻ്റെ രാജ്യത്തിലേക്ക് സ്വീകരിക്കുമാറാകട്ടെ. ഈ തിരുക്കർമ്മങ്ങളിൽ സംബന്ധിച്ച എല്ലാവരെയും അവിടുന്ന് സമൃദ്ധമായി അനുഗ്രഹിക്കട്ടെ, ഇപ്പോഴും എപ്പോഴും എന്നേക്കും. വിശുദ്ധീകരണത്തിന്റെ ബലിപീഠമേ സ്വസ്തി. ഞങ്ങളുടെ കർത്താവിന്റെ കബറിടമേ സ്വസ്തി. നിന്നിൽ ഞാൻ സ്വീകരിച്ച കുർബാന കടങ്ങളുടെ പൊറുതിക്കും പാപങ്ങളുടെ മോചനത്തിനും കാരണമാകട്ടെ. ഇനി ഒരു ബലി അർപ്പിക്കുവാൻ ഞങ്ങൾ വരുമോ ഇല്ലയോ എന്നറിഞ്ഞുകൂടാ. ഇനി കുരുത്തോല കിട്ടാത്ത ആരെങ്കിലും ഉണ്ടെങ്കിൽ നമ്മുടെ സങ്കീർത്തിയുടെ അവിടെ കുരുത്തോല വെച്ചിട്ടുണ്ട്. അപ്പോൾ അവിടെ നിന്ന് വാങ്ങാവുന്നത്. പശാനയുടെ ഒരു ഗാനം കൂടെ നമുക്കാലോ. ജപം. ലോകപരിത്രാതാവായ മിശിഹായെ, അങ്ങയുടെ വളർത്തുപിതാവായ മാർ യോസേപ്പിനെ ഞങ്ങൾ സ്നേഹിക്കുകയും ബഹുമാനിക്കുകയും ചെയ്യുന്നത് അവിടുത്തെ സംപ്രീതിക്ക് അർഹമാണെന്ന് ഞങ്ങൾ മനസ്സിലാക്കി പിതാവിനെ സ്തുതിക്കുന്നതിന് ഉത്സുകരാകുന്നതാണ്. ഈ വന്യപിതാവിനെ ഞങ്ങൾ സ്നേഹിക്കുന്നു. അദ്ദേഹത്തിന് മാതൃക അനുസരിച്ച് അങ്ങേ സേവനത്തിൽ ഞങ്ങൾ തൽപരരായിരിക്കും. ഈശോയിലും ഈശോയ്ക്ക് വേണ്ടിയും ഈശോയുടെ കൂടിയും ഞങ്ങളുടെ എല്ലാ പ്രവർത്തനങ്ങളും നിർവഹിക്കുവാൻ ഞങ്ങളെ ശക്തരാക്കണമേ. ഉത്തരവാദിത്വപൂർണമായ ക്രിസ്തീയ ജീവിതം നയിച്ച് ദൈവമക്കളുടെ ഗണത്തിൽ ഉൾപ്പെടുവാൻ വേണ്ട അനുഗ്രഹം ഞങ്ങളുടെ പിതാവേ അങ്ങ് ഞങ്ങൾക്ക് പ്രാപിച്ചു തരണമേ എന്ന് ഞങ്ങൾ അങ്ങയോട് അപേക്ഷിക്കുന്നു. സുഹൃദേവം.
ഈശോയ്ക്ക് വേണ്ടി ജീവിച്ച മാർ യൗസേപ്പേ ഞങ്ങളെയും ഈശോയ്ക്ക് വേണ്ടി ജീവിക്കുവാൻ പഠിപ്പിക്കണമേ. Hosanna, 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 ഉന്നതനാം രാജാവേ, മാനവനായി തീർന്നവനേ, അഖിലത്തിനുമുടയോനേ, അനവരതം പാടുന്നു. നവനായകർ നിരനിരയായി കിന്നര വീണകൾ മീട്ടി മുതാ ഏകസ്വരത്തിൽ പാടുകയായി സർവേശ്വരനിന്നോശാന. വാനവഗായകർ നിരനിരയായി കിന്നര വീണകൾ മീട്ടി മുതാ ഏകസ്വരത്തിൽ പാടുകയായി സർവേശ്വരനിന്നോശാന. ഓശാന 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 ഓശാന. വാനവഗായകർ നിരനിരയായി കിന്നര വീണകൾ മീട്ടി മുതാ ഏകസ്വരത്തിൽ പാടുകയായി സർവേശ്വരനിന്നോശാന. വാനവഗായകർ നിരനിരയായി കിന്നര വീണകൾ മീട്ടി മുതാ ഏകസ്വരത്തിൽ പാടുകയായി സർവേശ്വരനിന്നോശാന. ഓശാന ഓശാന ഓശാന